രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ആ ആൾക്കൂട്ടത്തിനിടയിൽ നമുക്ക് കോൺഗ്രസ്സുകാരെ കാണാൻ സാധിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ സാധിക്കുന്നുണ്ട്, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ VS അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ചേരികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടാകാം, ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ടാകാം. പക്ഷേ VS ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളെ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ആ ആൾക്കൂട്ടത്തിനിടയിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയെയും നമുക്ക് കാണാൻ സാധിച്ചത്. രമേശ് ചെന്നിത്തലയും മഞ്ഞളാംകുഴി അലിയും ഉൾപ്പെടെയുള്ളവർ VS അച്യുതാനന്ദൻ്റെ സമര പോരാട്ടങ്ങളെ ഓർത്തെടുക്കുകയും ചെയ്തിരുന്നു. ആ വാക്കുകളിലേക്ക് കൂടി ഞങ്ങൾ അത്രയും വലിയ വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് എതിർച്ചയിലാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ഇത്രയും ശക്തനായ ഒരു നേതാവ് ഇനി CPM ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. അതാണ് എനിക്കതിനെപ്പറ്റി പറയേണ്ടത്. ഇത്രയും ശക്തനായ നേതാവായിരുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരാളാണ്. ഒരു അഴിമതിയില്ല, ഒരു സ്വജനപക്ഷപാതമില്ല, എല്ലാവരും ഒരേ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ BSനെ പറ്റി ആദ്യം കേട്ട കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എന്തോ ഒരു വലിയ ഒരു ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് അറിയുമ്പോഴാണ് അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ പരിശുദ്ധമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് ആ സമയത്താണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കണ്ടിട്ട് തീരാത്തോണ്ട് ഒന്നുകൂടി വന്നതാണ്. യെസ്, അതാണ് മഞ്ഞളാംകുഴി അലിയുടെ പ്രതികരണം പോലെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒന്ന് കണ്ടു. പക്ഷേ അതുകൊണ്ട് മതിയായില്ല എന്ന് പറയുന്നവർ അത് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തന്നെ ഉള്ളവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ സാമാന്യമായ ജനത്തിൻ്റെ വികാരം എത്രത്തോളം വലുതായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവസാനമായി ഒന്ന് VS അച്യുതാനന്ദനെ കാണുക എന്നത് അത്രമേൽ വലിയ അഭിലാഷമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ VSന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അതിൽ ആൾക്കൂട്ടങ്ങളുണ്ട്. ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ അടക്കം നമുക്ക് കാണാനും സാധിച്ചിരുന്നു. അങ്ങനെ വലിയ ആൾക്കൂട്ടം ആണ് ഇപ്പോഴും നമുക്ക് വീഥികളുടെ ഇരുഭാഗങ്ങളിലുമായി കാണാൻ സാധിക്കുന്നത്. വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിൽ എല്ലാം തന്നെ VS അച്യുതാനന്ദന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആയിരങ്ങൾ ആണ് തടിച്ചുകൂടിയിട്ടുള്ളത്. VS തൻ്റെ ഭൂമിയിലേക്കാണ് മടങ്ങുന്നത്. താൻ ജനിച്ച മണ്ണിലേക്ക്, വളർന്ന മണ്ണിലേക്ക്, പോരാടിയ മണ്ണിലേക്ക്, തന്നെ താനാക്കി മാറ്റിയ മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ കടന്നു ചെല്ലുമ്പോൾ ആലപ്പുഴയ്ക്കോർത്തെടുക്കാൻ ഒരുപാടുണ്ട് കഥകൾ എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് VS എന്ന സമര പോരാളി രൂപപ്പെട്ടത് ആലപ്പുഴയുടെ മണ്ണിൽ ആയിരുന്നു. തൊഴിലാളി സംഘടനകളുടെ തൊഴിലാളികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തൊഴിലാളികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടമായിരുന്നു VS അച്യുതാനന്ദൻ പ്രധാനമായും നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് കയർ ഫാക്ടറികളിൽ, ആലപ്പുഴയിലെ കയർ ഫാക്ടറികളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവർ നേരിട്ടിരുന്ന പീഡനങ്ങൾ, അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണപിള്ളിയുടെയും R സുഗതൻ്റെയും ഉണ്ണിരാജയുടെയും ഒക്കെ പ്രസംഗങ്ങൾ, സ്റ്റഡി ക്ലാസുകൾ VSനെ ആവേശം കൊള്ളിച്ചിരുന്നു. അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് കയർ തൊഴിലാളി എന്ന ജോലിയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും കാർഷിക മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ കർഷക തൊഴിലാളികളെ ഏകോപിപ്പിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഇന്നും നമ്മൾ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാടാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്ന്. അവിടെ ജന്മിത്വം അടക്കി വാണിരുന്ന കാലഘട്ടം. ഒരുപക്ഷെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഏക്കർ കണക്കിന് കാർഷിക ഭൂമികൾ വലിയ ജന്മിമാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സമയം. ആ സമയത്ത് കർഷകരായ സാധാരണ ആളുകളെ കൂലിപ്പണിക്കാരായി കണ്ടിരുന്ന സമയം. അവർക്ക് കൂലി നൽകാൻ ജന്മിമാർ മടി കാണിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആയിരുന്നു VS അച്യുതാനന്ദൻ ഒരു സമര പോരാട്ടത്തിലേക്ക്
ഉയർന്നു വന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർക്ക് പകലന്തിയോളം പണിയെടുത്താൽ, പാടത്തും പറമ്പിലുമെല്ലാം പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകർക്ക് അന്ന് നെല്ലായിരുന്നു കൂലിയായി നൽകിയിരുന്നത്. അന്ന് അളവ് പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കർഷകനും ചെയ്യുന്ന ജോലിയുടെ വലിപ്പം നോക്കി എത്രത്തോളം സമയം ജോലി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തിന് പകരം നെല്ല് തന്നെ കൂലിയായി നൽകിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെ കൂലിയായി നൽകുന്ന നെല്ലിൽ പോലും കൃത്രിമത്വം കാണിച്ചിരുന്ന മുതലാളിമാരെയാണ് അന്ന് കാണാൻ സാധിച്ചിരുന്നത്. സാധാരണക്കാരായ കർഷകർക്ക് അന്ന് അളവുകളെ സംബന്ധിച്ച് അറിവില്ല. അവർ ലഭിക്കുന്ന കൂലി, അതായത് എത്രത്തോളം നെല്ലാണോ ലഭിച്ചിട്ടുള്ളത്, ആ നെല്ലുമായി വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. VS അച്യുതാനന്ദൻ എന്ന നേതാവ് അവരുടെ നേതാവായി മാറുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. അതായത് ഈ കള്ളത്തരം കാണിക്കുന്ന ജന്മിമാർക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമായിരുന്നു. VS അച്യുതാനന്ദൻ ഒരു കാലഘട്ടത്തിൽ, അതായത് ജന്മിമാർക്കെതിരായ പോരാട്ടം ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ഈ കള്ള അളവ് പാത്രം പിൻവലിക്കുക എന്നുള്ളതാണ്. അതായത് വിശ്രമമില്ലാതെ പണിയെടുത്താൽ 2 ഇടങ്ങഴി നെല്ലായിരുന്നു അന്നത്തെ കൂലി. 2 ഇടങ്ങഴി നെല്ല് നൽകേണ്ടതിന് പകരം അത് 1 ഇടങ്ങഴി പോലും തികയാത്ത തരത്തിലുള്ള അളവിൽ നെല്ല് നൽകി കർഷകരെ പറ്റിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്താണ് കള്ള അളവ് പാത്രം പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി VS രംഗത്ത് വന്നത്. ശരിയായ അളവ് പാത്രത്തിൽ കൂലി നൽകുക, ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് കൂലി വേണ്ട എന്ന് കർഷകരെ കൊണ്ട് കൂട്ടായി പറയിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വന്നതോടുകൂടി കർഷകർ ഒരുമിക്കുന്നു എന്ന് ജന്മിമാർക്ക് മനസ്സിലാകുന്നു. അവർ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും കൂലി തന്നില്ല എങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന് VS ഉൾപ്പെടെയുള്ളവർ ജന്മത്വത്തോട് വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. അതാണ് VS ആരംഭിച്ച സമര പോരാട്ടങ്ങളുടെ തുടക്കം എന്നത്. പിന്നീട് ആണ് VS ഇതേ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്, നിങ്ങൾ ആൾക്കൂട്ടമായി മാറുന്നുവെങ്കിൽ, നിങ്ങൾ സംഘടിച്ചു നിൽക്കുന്നുവെങ്കിൽ അനീതിക്കെതിരെ പോരാടാൻ നിങ്ങൾക്ക് സാധിക്കും, അനീതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കും, മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് VS അച്യുതാനന്ദൻ ബോധ്യപ്പെടുത്തിയത്. എങ്കിൽ ഇപ്പോഴും ഇതാ ആ ആൾക്കൂട്ടത്തെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. VS ഒരുമിച്ച് നിർത്തിയ ആൾക്കൂട്ടം കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴയുടെ ഇതേ മണ്ണിൽ തന്നെയാണ്, ഇത്രമേൽ വികസിക്കാത്ത ഒരു മണ്ണിൽ ആണ് VS അച്യുതാനന്ദൻ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ചെടുത്തത്. എങ്കിൽ ഇന്ന് VS വിട പറയുമ്പോൾ അതേ VSനെ യാത്രയാക്കുന്നതും അതേ ആൾക്കൂട്ടങ്ങൾ തന്നെയാണ് എന്നതാണ് VS എന്ന ആ 2 അക്ഷരത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ